എനിക്കൊന്ന് പ്രഷർ കയറും. ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത് സ്പെഷ്യൽ ഫുഡ് കഴിക്കാൻ പോവാട്ടാ. നമ്മുടെ ആലുവ പിറവല്ലിയ മാനാലി ബിരിയാണി കഴിക്കാൻ വേണ്ടി പോവാണ്. നമ്മള് അളിയനുണ്ട്, നമ്മുടെ ഫൈസി ഉണ്ട്, താത്ത ഉണ്ട്, അതെ സുമിമോള്, അളിയന്റെ സുമിമോള്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ മാനാലിക്ക് പോവാം. നല്ല സൂപ്പർ ബിരിയാണിയാന്ന് പറഞ്ഞത്. അപ്പൊ കഴിക്കാൻ വേണ്ടി പോവാണ്ടാ. അപ്പൊ നമുക്ക് ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവിടെ എത്തിയിട്ട് ബാക്കി നമുക്ക് കാണാം. അങ്ങനെ മാനാലിക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മള് ഏതോ ഒരു ഗ്യാപ്പ് റോഡൊക്കെ അളിയൻ കയറ്റിക്കൊണ്ട് പോകുന്നുണ്ട്. അതേ അളിയന്റെ വണ്ടിയിലെ പൂച്ചേനെ കണ്ടോട്ടെ ഗൈസ്, ഒച്ച ഉണ്ടാക്കാനുള്ളത്. പിന്നെ ഒരു കാറ്. എന്താ ഒച്ച ഉണ്ടാക്കാത്ത? ഡോറിലൊക്കെത്തോണ്ടാണ്. പിന്നെ ഇവിടെ കുറെ കാറ്. ഒരു വണ്ടിപ്പുരാൻ തന്നെയാണ് നമ്മുടെ അളിയെ. അപ്പോൾ നമ്മളങ്ങനെ എത്തിക്കൊണ്ടിരിക്കുന്നു. നമുക്കിനി അവിടെ പോയിട്ട് കാണാം. നല്ല തിരക്കായിരിക്കും. ഞായറാഴ്ചയും കൂടി ആയതുകൊണ്ട് തിരക്കുണ്ടാവും. അതിലോ കടയുണ്ടാവും ഞായറാഴ്ച. അടിപൊളി വീട് കണ്ടില്ലേ? ആരെയാണാവോ? ഈ റൂട്ടിലാണ് പറവൂർ അത്താണി റൂട്ടിലാണ് നമ്മുടെ മാഞ്ഞാലി ജംഗ്ഷനിലാണ്. ഇഷ്ടം പോലെ കടകളുണ്ട്. പക്ഷെ എല്ലായിടത്തും നല്ല അത്ര സെറ്റപ്പ് ഒന്നുമില്ല. നമ്മളാകെ ഒരു കടയിൽ നിന്ന് മാത്രമേ ട്രൈ ചെയ്യാറുള്ളൂ. കേസ് നാസ് ബിരിയാണി ഇവിടെ ഉണ്ട്, ഒരു മാഞ്ഞാലി ബിരിയാണി. നമ്മൾ എപ്പോഴും പോണ കട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാസ് മാഞ്ഞാലി ബിരിയാണി. നല്ല ഫുഡാണ്. എപ്പോഴും വന്നാലും ഉണ്ടാവും. നിങ്ങൾ ഈ വഴി പോവുകയാണെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കരുത്. ഇവിടെ വേറൊരു മാഞ്ഞാലി ഉണ്ട്. ഇവിടെ ഒരു മാഞ്ഞാലിക്കടയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഹമ്പ് ചാടി ചെല്ലണ വഴി ലെഫ്റ്റ് സൈഡിൽ ഇവിടെ അടുത്ത ബിരിയാണി കടയുണ്ട്. എനിക്ക് തോന്നുന്നു എറണാകുളം ജില്ലയിൽ ബിരിയാണിക്കട കൂടുതലുള്ള പ്ലേസ് മാഞ്ഞാലിയാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അടുത്ത ബിരിയാണിക്കട കേട്ടോ. ഇത് കാണുന്നിടത്ത് ബിരിയാണിക്കട മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല അലുവയും ലഡുവും കാര്യങ്ങളും കിട്ടുന്ന മെയിൻ പ്ലേസാണ് കേട്ടത്. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ നാട്ടിൽ ഇതേപോലത്തെ പ്ലേസൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മളിത് എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ടേണിങ് തിരിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡ് നല്ല തിരക്കുണ്ട്. പക്ഷേ ഇതൊന്നും അല്ല ഇവിടുത്തെ തിരക്ക്. നാസ് ബിരിയാണി സെൻറ്റർ, ഇതാണ് കടയുടെ പേര്. ഇതാണ് കട. നമ്മുടെ അത്താണി പറവൂർ റോഡിൽ വരുമ്പോൾ വന്ന വഴി അത്താണിക്ക് പോകണോടത്ത് ലെഫ്റ്റ് സൈഡിലാണ് കട. അപ്പോൾ ഇവിടെ ഈ തിരക്കൊന്നും അല്ല. നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ നല്ല തിരക്കായിരിക്കും. നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് 4 ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തേക്കണേ. 4 ചിക്കനാണ് ഓർഡർ ചെയ്തേക്കണേ. ചിക്കൻ സെറ്റപ്പാണ്. അതിൻ്റെ കൂടെ ബീഫും നല്ലതാണ്. ബീഫും ഉണ്ട്. നമ്മൾ ചിക്കൻ കഴിച്ചിട്ട് ബീഫ് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും ചിക്കനിലെ ഒരുപാട് കഷ്ണങ്ങളുണ്ടായിരുന്നു ഗൈസ്. അതുകൊണ്ട് നമ്മൾ ചിക്കൻ മാത്രം കഴിച്ച് അവസാനിപ്പിച്ച്. അടിപൊളി അതിനല്ലേ കഴിക്കാമല്ലേ? നമുക്ക് സലാഡൊക്കെ ഇട്ട് തിന്നാം. പൈസ എങ്ങനെയുണ്ട് ഫുഡ്? അത് തന്നെ അളിയൻ പിന്നെ ഒരുപാട് വട്ടം വന്നിട്ട് കേട്ടോ. തിന്നട കുട്ട. ഫേമസ് ആയ മാഞ്ഞാലി ബിരിയാണി. ഈ കടയാണ് ഈ മാഞ്ഞാലി ബിരിയാണിയുടെ മെയിൻ ഷെഫ്. കടയാണ് കട. പുള്ളിയാണ് ഇതിൻ്റെ ഓണർ. നല്ല തിരക്കാണ്. പുള്ളി ഭയങ്കര ബിസിയിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളൊരു വീഡിയോ എടുത്തോട്ടേന്ന് ചോദിച്ചപ്പോൾ എന്താ മക്കളെ എടുത്തോളാൻ പറഞ്ഞ് നമുക്ക് സപ്പോർട്ട് ചെയ്തതാണ്. ചിക്കൻ ഉണ്ട്, ബീഫുണ്ട്. എന്താണെന്ന് വെച്ചാൽ കഴിക്കുക. പക്ഷേ നിങ്ങൾ വരുമ്പോൾ ഇച്ചിരി നേരത്തെ വരാം. ഞായറാഴ്ച വന്നിട്ട് പോലും ഞങ്ങൾക്ക് തിരക്ക് കിട്ടി. അപ്പോൾ
നമ്മുടെ കട വന്നത് ഇതാണ് കേട്ടോ. നമ്മുടെ അത്താണി പറവൂർ റോട്ടിൽ നാസ് ബിരിയാണി. അവിടുന്ന് ഫുഡ് കഴിച്ച് നമുക്കിനി ഇതേ അടുത്തത് എന്താ കളിയാ നമ്മുടെ അലുവ. അലുവ എന്തലുവ? മാഞ്ഞാലി അലുവ. മാഞ്ഞാലി അലുവ. മാഞ്ഞാലി പാലം. ഇത് ആലുവപ്പുഴയല്ലേ? ആലുവായിട്ട് പോണ പാലം അല്ല, ആലുവ പുഴയല്ലേന്ന് ചോദിച്ചേ. ഹലോ ഹലോ, ഷെയ്നി വിളിക്കണേ. നമുക്ക് പാട്ട് പഠിപ്പിക്കാം. എന്തും പറഞ്ഞ സേവ് ചെയ്തേക്കണേ. നല്ല ആള്. ജോസഫ് നമുക്കൊരാളെ വിളിക്കാം കേസ്. പറഞ്ഞേ. ഹലോ. പാട്ട് പാട്. എടാ ഞങ്ങളിവിടെ ഉണ്ട്. ഇവിടെ ഉണ്ടെന്നേ, ആലുവയിലുണ്ട്. നീ എവിടെയാ? അടുത്ത സാധനം വാങ്ങിക്കാൻ പോണാ? ഓ, ആദ്യത്തെ അടിച്ചു കഴിഞ്ഞപ്പേ ഓ അങ്ങനെ നീ ഒരു പാട്ട് പഠിക്കേ. ഇല്ല, നിന്റെ പാട്ട് തതൊക്കെ കേക്കണോന്ന് പറഞ്ഞപ്പോ പുഞ്ചിരി തൂകി പൂവേ പുഞ്ചിരി തൂകി പൂവേ എന്തിരു മാനം നോക്കി കുങ്കുമം തൂകി തന്നേ കുങ്കുമം തൂകി തന്നേ ഒരുടറിയും എന്തിരു ഇതുവഴി വന്നു പൊന്നണിഞ്ഞു വന്ന പൊന്മലരേ മനസ്സിൻ കിളിക്കടവില് താമരപ്പിൻ പൂവേ എന്റെ വീരാതിൻ രാജകുമാരനൊരാവരത്തേരുണ്ടോ ചന്ദനമേടുണ്ടോ കൊട്ടാരക്കെട്ടുണ്ടോ കാണാശിപ്പുണ്ടോ തീരി പെണ്ണുണ്ടോ തീരാ പൊൻകടവിൻ മായാ ജാലമുണ്ടോ തങ്ക മനസ്സിൻ കിളിക്കടവില് താമരപ്പിൻ മതി. ഇനി അടുത്തതാ? അടുത്ത ദിവസം വണ്ടി വേണം. എന്താടാ ഇവിടെ പരിപാടിയൊന്നുമില്ലല്ലോ. ഞാൻ ഇവിടെ വണ്ടിയിലാ, കാറില്. എന്റെ യൂട്യൂബ് ചാനൽ എന്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടി അടുത്തൊരു പാട്ടും കൂടിയും. എടാ എന്റെ സബ്സ്ക്രൈബ്സിന് വേണ്ടി ഒരു പാട്ടും കൂടി. വേറെ പ്ലീസ് ഡാ. ജോസഫ് പാട്ട് പാടി. ജോസഫിന്റെ പാട്ട് ഇന്നത്തെ എപ്പിസോഡില്. എന്നിട്ട് ഫസ്റ്റത്തെ അടിച്ച് തീർന്നാ? എന്തടിയാണോ അടിക്കണേ? ആ